എന്റെ കേട്ടോ മാത്രമാണോ ഇങ്ങനെയാന്ന് അറിയത്തില്ല കേട്ടോ. മൂവി കാണാൻ ഞങ്ങൾ ഒന്നിച്ചാ പോയത്. പക്ഷെ ആളാണെങ്കിൽ ആദ്യമേ ഓടിപ്പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒപ്പം എത്താനേ പറ്റുന്നില്ല. എന്നാ പിന്നെ മൂവിക്ക് നമ്മൾ ഒന്നിച്ചല്ലേ കയറുന്നുള്ളൂ. എന്തിനാ ഈ ഓടുന്നതെന്ന് അറിയത്തില്ല. എന്നപ്പോഴോ മൂവി ഒട്ട് സ്റ്റാർട്ടും ചെയ്തിട്ടില്ല. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഒരു കോമഡി മൂവി കാണാനായിട്ട് ഇറങ്ങിയത്. ഒരു ജാതി ജാതകമായിരുന്നു. അതേപോലെ തന്നെ അടിപൊളി മൂവിയായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മാഗ്ഡിയിലാണ് പോയത്. കിയോസ്കി മെഷീനിലായിരുന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്നാ ഈ ബർഗറിനകത്ത് പനീറാണ്? അപ്പൊ ഇച്ച് പറയുന്നുണ്ട്, ചിക്കൻ ബർഗറിൽ എങ്ങനെ പനീർ വരാനാ? അത് എഗ് വൈറ്റ് ആണ്. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇല്ല പനീറിന്റെ ടേസ്റ്റ് ആണല്ലോ. ബർഗറിന്റെ കവറിൽ നോക്കിയപ്പോഴായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്പൈസി വെജ് ബർഗർ എന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് അവർ തെറ്റി പാക്ക് ചെയ്തതായിരിക്കും. ആഹാ, അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബില്ല് വാങ്ങാനായിട്ട് കൗണ്ടറിൽ ചെന്നു. അല്ല, വെടിപ്പായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് വെജ് ബർഗർ എന്ന്. പിന്നെന്ത് ചെയ്യാനാ, ആ വെജ് ബർഗർ കഴിക്കാനല്ലാതെ വേറെ എന്ത് വിടി. പിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ ചിക്കൻ പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് വെജ് ബർഗർ ആയാലും കുഴപ്പമില്ല. എന്നാലും അത്രയും റേറ്റ് കൊടുത്ത് വെജ് ബർഗർ കഴിച്ചതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ ഈ യേസുകുട്ടിനെ ഡാൻസ് കളിച്ചിട്ട് ആ വിഷമം അങ്ങ് തീർത്തു. അപ്പൊ ശരി, ബൈ.